അങ്ങനെയിരിക്കുമ്പോൾ കർണാടകയിൽ നിന്നൊരു വിവാദം പൊട്ടിപ്പുറപ്പെടുന്നു. കർണാടകയിൽ അടുത്തു തന്നെ പ്രവർത്തനം ആരംഭിക്കാനിരിക്കുന്ന ശിവജി നഗർ മെട്രോ റെയിൽവേ സ്റ്റേഷന്റെ പേര് മാറ്റാൻ കർണാടക സർക്കാർ തീരുമാനിച്ചുവെന്ന്. സെന്റ് മേരീസ് എന്ന് പേര് മാറ്റുമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ പറഞ്ഞത്രേ. വിവാദത്തിന് തിരികൊളുത്തിവിട്ടത് കർണാടകയിലെ BJP ആണ്. വൈകാതെ മഹാരാഷ്ട്രയിലെ BJP നേതൃത്വവും മഹാരാഷ്ട്ര BJP മുഖ്യമന്ത്രിയും വരെ വിവാദം ഏറ്റെടുത്ത് കത്തിക്കുന്നുണ്ട്. അന്വേഷിച്ചപ്പോൾ സംഗതി സത്യമാണ്. ശിവജി നഗർ മെട്രോ റെയിൽവേ സ്റ്റേഷന്റെ പേര് സെന്റ് മേരീസ് എന്നാക്കുമെന്ന് സിദ്ധാരാമയ്യ കഴിഞ്ഞ തിങ്കളാഴ്ച പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രഖ്യാപനം നടത്തിയത് സെന്റ് മേരീസ് ബസിലിക്കയുടെ വാർഷിക സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് പ്രപ്പോസൽ സമർപ്പിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ അനുമതി കൂടി കിട്ടിയ ശേഷമേ ഇക്കാര്യത്തിൽ തീരുമാനം എന്തെങ്കിലും ഉണ്ടാകൂ. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പറഞ്ഞതുപോലെ ഒരു പേര് മാറ്റുന്നതിൽ എന്താണ് ഇത്ര പ്രശ്നം? ഒരു പേരിൽ എന്തിരിക്കുന്നു? അതുമാത്രമോ, 2014 അധികാരത്തിൽ വന്ന മോദി സർക്കാർ രാജ്യത്തെ ഏതെല്ലാം സ്ഥലങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും പേര് മാറ്റി ഹിന്ദുത്വവൽക്കരിച്ചിരിക്കുന്നു. ആ BJP ആണ് ഇപ്പോൾ ഈ ഒരു പേരുമാറ്റത്തെ മതപരമായി ചിത്രീകരിക്കുന്നത് എന്ന് ഓർക്കണം. എന്താണ് ഈ വിവാദത്തിന് ആധാരം? കർണാടകയിലെ നമ്മ മെട്രോ ഭാഗമായ പിങ്ക് ലൈൻ മെട്രോയുടെ ഭാഗമാണ് ശിവജി നഗർ സ്റ്റേഷൻ. അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനായ ശിവജി നഗർ പ്രവർത്തനം ആരംഭിക്കാനിരിക്കുന്നതേയുള്ളൂ. ഈ സ്റ്റേഷനിൽ നിന്ന് 200 മീറ്റർ മാത്രം മാറിയാണ് സെന്റ് മേരീസ് ബസിലിക്ക സ്ഥിതി ചെയ്യുന്നത്. ബസിലിക്കയുടെ ആർച്ച് ബിഷപ്പ് റവറൽ പീറ്റർ മച്ചാഡോ കഴിഞ്ഞ വർഷവും ഇതേ ആവശ്യം ഉന്നയിച്ച് കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയെ സമീപിച്ചിരുന്നു. അന്നും എതിർപ്പുമായി എത്തിയത് കർണാടക BJP ആയിരുന്നു. ഇക്കുറി എതിർപ്പിന്റെ ശക്തി കൂടിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള BJP നേതാക്കൾ വരെ എതിർപ്പുമായി എത്തി. ശിവജി മറാഠികളുടെ വീരപുത്രൻ ആയതിനാൽ തന്നെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള എതിർപ്പ് ഉയരുക സ്വാഭാവികം. പക്ഷേ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അതിൽ ഒരൽപ്പം വൈകാരികത കൂടി കലർത്തി മറാഠ പോരാളികളുടെ രാജാവായ ശിവജിയെ അപമാനിക്കുന്നത് കോൺഗ്രസ് ഒരു പാരമ്പര്യമാക്കിയിരിക്കുകയാണ് എന്ന് ഫട്നാവിസ് പറഞ്ഞു. കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും പാർട്ടികളെ മതത്തിന്റെയും ചരിത്രത്തിന്റെയും പേര് പറഞ്ഞ് രണ്ടാക്കാനുള്ള ശ്രമം വരെ നടക്കുന്നുണ്ട്. BJP പറയുന്നത് രാഷ്ട്രീയ പ്രീണനമാണത്രേ ഈ പേരുമാറ്റം. ശിവാജി നഗർ മെട്രോ സ്റ്റേഷന്റെ പേര് സെന്റ് മേരീസ് എന്നാക്കുന്നത് ക്രിസ്ത്യാനികളെ പ്രീണിപ്പിക്കാനാണെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മോദി സർക്കാർ വന്നതിന് ശേഷം നടപ്പിലാക്കിയ പേരുമാറ്റമൊക്കെ ആരെ പ്രീണിപ്പിക്കാനായിരുന്നു? RSSനെയോ? എന്തൊരു ഇരട്ടത്താപ്പാണെന്ന് നോക്കണേ. ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ BJPയുടെ നിലപാട് നാടിനും സംസ്ഥാനത്തിനും അനുസരിച്ച് അവരുടെ ക്രിസ്ത്യൻ പ്രേമത്തിലും മാറ്റം വരും. കേരളത്തിലെ ക്രിസ്ത്യാനികൾ BJPക്ക് തേനും ചക്കരയുമാണ്. തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിലെ നിലപാട് എന്താണ് എന്ന് മനസ്സിലായല്ലോ. ഒരു മെട്രോ സ്റ്റേഷന്റെ പേര് സെന്റ് മേരീസ് എന്നാക്കിയപ്പോഴേക്കും അവരുടെ വികാരം പൊട്ടിയൊലിച്ചു. ഒന്നുകൂടി വടക്കോട്ട് പോയി നോക്കാം. മണിപ്പൂർ, ഒറീസ, ഝാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ വിഭാഗത്തോട് BJPയുടെ നിലപാട് എന്താണ്? കേരളത്തിൽ സ്വർണപാത്രം കൊടുക്കുമ്പോൾ മണിപ്പൂരിലും ഝാർഖണ്ഡിലും ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം. ഈ ഇരട്ടത്താപ്പും കൊണ്ട് നടക്കുന്നവരാണ് പ്രീണനം എന്നും പറഞ്ഞ് നടക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്വർണപാത്രം കൊടുക്കുന്നതിലെ പ്രീണനം എന്തായിരിക്കും? അത് BJP വ്യക്തമാക്കട്ടെ. പേരുമാറ്റത്തെ എതിർക്കാൻ BJPക്ക് എന്താണ് യോഗ്യത എന്നുകൂടി നോക്കേണ്ടേ? ഒരു സ്ഥലത്തെ റെയിൽവേ സ്റ്റേഷന്റെ പേര് സ്വാഭാവികമായും ആ പ്രദേശത്തിന്റെയോ അവിടെയുള്ള ഏതെങ്കിലും അറിയപ്പെടുന്ന ഒരു സ്ഥാപനത്തിന്റെയോ, അത് ദേവാലയമോ ഒരു ഗ്രൗണ്ടോ മറ്റെന്തെങ്കിലും സ്ഥാപനമോ ആകാം, അതായിരിക്കും നൽകപ്പെടുക. നമ്മുടെ കേരളത്തിലെ കൊച്ചി മെട്രോയിലെ സ്ഥലപ്പേരുകൾ ശ്രദ്ധിച്ചാൽ അക്കാര്യം കൃത്യമായിട്ട് മനസ്സിലാകും. ഇവിടെ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ദേവാലയത്തിന്റെ പേര് നൽകാൻ ഒരു നിർദ്ദേശം കർണാടക സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിച്ചതേ ഉള്ളൂ. കേന്ദ്രം തീരുമാനിക്കാതെ നടപ്പാകില്ല എന്നറിയാനിട്ടല്ല. അപ്പോഴേക്കും മറാഠ പ്രാദേശിക വികാരം വരെ ആളിക്കത്തിക്കാൻ തുടങ്ങി BJP. ഇനി ഇക്കാര്യത്തിൽ BJPക്ക് എന്താണ് യോഗ്യത? 2014 നരേന്ദ്രമോദി അധികാരമേറ്റെടുത്ത ശേഷം കഴിഞ്ഞ 2 വർഷം മുൻപ് വരെ മാത്രം, അതായത് 9 വർഷം കൊണ്ട് ഇന്ത്യയിലെ ഡസൻ കണക്കിന് സ്ഥലങ്ങളുടെയും ചരിത്ര സ്മാരകങ്ങളുടെയും ഗ്രൗണ്ടിന്റെ പേരുകളടക്കം ഹിന്ദുത്വ അജണ്ടയും ഹിന്ദുത്വ പേരും വെച്ച് മാറ്റി ചിത്രീകരിച്ചവരാണ്. ചരിത്രം വളച്ചൊടിച്ചവരാണ്. ചരിത്രത്തെ വികലമാക്കിയവരാണ് എതിർക്കുന്നത് എന്ന് ഓർക്കണം. ഒരു മെട്രോ സ്റ്റേഷന്റെ പേര് സെന്റ് മേരീസ് എന്നാക്കുന്നത് ക്രിസ്ത്യൻ പ്രീണനമാണ് എങ്കിൽ അലഹാബാദ് പ്രയാഗ്രാജ് ആക്കിയതും രാജ്പഥ് കർത്തവ്യപഥ് ആക്കിയതും ഏത് പ്രീണനമായിരുന്നുവെന്ന് BJP വ്യക്തമാക്കണം. ഒരു പട്ടിക തന്നെ കാണിക്കാം BJP പേര് മാറ്റി ചരിത്രം വികലമാക്കിയതിനെ കുറിച്ച്.
ഉത്തർപ്രദേശിലെ അലഹാബാദ് പ്രയാഗ്രാജ് ആയത് 2019 ജനുവരിയിലെ കുംഭമേളയ്ക്ക് 2 ആഴ്ച മുൻപാണ്. ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാർ അപേക്ഷ സമർപ്പിച്ച് 2 മാസത്തിനകം അപേക്ഷയിൽ തീരുമാനമെടുത്ത് പേരും മാറ്റി മോദിജി. എന്തായിരുന്നു പേരുമാറ്റത്തിന് ആധാരം എന്നറിയണ്ടേ? ഹിന്ദു വേദങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ പുരാതന കാലം മുതൽ അലഹാബാദിന്റെ പേര് പ്രയാഗ്രാജ് ആയിരുന്നുവത്രേ. തീർന്നില്ല, കാലങ്ങളായി ഫൈസാബാദ് ആയിരുന്ന ജില്ല അയോധ്യയായി. അയോധ്യ സിറ്റിയുമായി നഗരസഭാ അതിർത്തി പങ്കിടുന്നതിനാൽ അയോധ്യയുടെയും ഫൈസാബാദ് ജില്ലയുടെയും പേര് അയോധ്യ എന്നാക്കണമെന്ന് 2018 UP സർക്കാർ പ്രമേയം പാസാക്കിയത്. പുരാണ ഇന്ത്യയിൽ ശ്രീരാമന്റെ തലസ്ഥാനമായിരുന്നു ഫൈസാബാദ് എന്ന് ന്യായം. അതിനും കിട്ടി കേന്ദ്ര അംഗീകാരം. ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയം കേൾക്കാത്ത ആരുമുണ്ടാകില്ലല്ലോ. ഇന്ത്യയിലെ ക്രിക്കറ്റ് ആരാധകർ മറക്കാത്ത ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയം ഇന്ന് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയമാണ്. പേരുമാറ്റത്തിന്റെ കാരണം അറിയണ്ടേ? ഡൽഹി ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷൻ ചീഫും കേന്ദ്രമന്ത്രിയുമായിരുന്ന അരുൺ ജെയ്റ്റ്ലിക്കുള്ള ആദരമായിട്ട് പേരുമാറ്റി. ഇന്ത്യയിലെ ക്രിക്കറ്റിന് ജെയ്റ്റ്ലി നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണത്രേ പേരുമാറ്റം. UPയുടെ ഐക്കൺ എന്ന് വിശേഷിപ്പിക്കാവുന്നതായിരുന്നു മുഗൾ സാരായ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. 2017 യോഗി ആദിത്യനാഥ് മുഗൾ സാരായ് ജംഗ്ഷന്റെ പേര് മാറ്റാൻ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത്. 2018 ഓഗസ്റ്റ് 5 പേര് ദീൻ ദയാൽ ഉപാധ്യായ ജംഗ്ഷൻ എന്ന് മാറി. ഭാരതീയ ജനസംഘത്തിന്റെ സ്ഥാപകൻ ദീൻ ദയാൽ ഉപാധ്യായക്കുള്ള ആദരമാണത്രേ പേരുമാറ്റം. കൊള്ളാം. സ്വന്തമായി ഒന്നിന്റെ പേരിലും ആദരിക്കാൻ ഇല്ലാത്തതുകൊണ്ട് രാജ്യത്തിന്റെ ചരിത്ര സ്മാരകങ്ങളുടെയൊക്കെ പേര് മാറ്റി നൽകി ആദരിക്കുക. ഇന്ത്യയുടെ അഭിമാനമാണ് രാജ്പഥ്. ഡൽഹിയിലെ രാജ്പഥ് ഇന്ന് അറിയപ്പെടുന്നത് കർത്തവ്യ പഥ് എന്നാണ്. 2022 സെപ്റ്റംബർ 8 നരേന്ദ്രമോദി രാജ്പഥിന്റെ പേര് കർത്തവ്യ പഥ് എന്നാക്കി മാറ്റിയത്. ചരിത്ര പ്രസിദ്ധമായ ഗുഡ്ഗാവ് 2016 ഏപ്രിൽ മുതൽ ഗുരുഗ്രാമാണ്. ഇതെല്ലാം ചിലത് മാത്രം. നിരവധി പേരുമാറ്റ ശുപാർശകൾ ഇപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. തെലങ്കാനയുടെ തലസ്ഥാനം ഹൈദരാബാദ് എന്നതിൽ നിന്ന് ഭാഗ്യനഗറാക്കണം എന്നതാണ് അതിലൊന്ന്. ഗുജറാത്ത് തലസ്ഥാനം അഹമ്മദാബാദ് കർണാവതി എന്നാക്കണമെന്ന് മറ്റൊന്ന്. ഡൽഹിയിൽ മുഗൾ കാലത്തെ മുഗൾ പേരുകളിലുള്ള 40 ഗ്രാമങ്ങളുടെ പേരുകൾ പല വ്യക്തികളുടെ പേരാക്കി മാറ്റണമെന്ന് അന്നത്തെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനോട് ആദേശ് ഗുപ്ത എന്ന ഡൽഹി BJP നേതാവ് ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് ഡൽഹിയുടെ ഭരണം BJPയുടെ കയ്യിലാണ് എന്നും ഓർക്കണം. ഇങ്ങനെയൊക്കെ പേരുമാറ്റിയവരാണ് ഇപ്പോൾ കർണാടകയിൽ ഒരു മെട്രോ സ്റ്റേഷന്റെ പേരുമാറ്റത്തെ എതിർത്ത് രംഗത്ത് വന്നിരിക്കുന്നത്.